Hi all, എല്ലാവർക്കും അപ്ഡേറ്റ് പിന്നക്കിൾ അക്കാദമിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ SSLC റിസൾട്ട് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ വീഡിയോ വന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ്. ക്ലാസിൻ്റെ കുറച്ച് ഒരു വേരിയേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയിട്ട് വീഡിയോ വരാനുള്ള സാധ്യത വന്നത്. നേരത്തെ തന്നെ വരണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നതാണ്, പക്ഷേ സാധിച്ചില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ വീഡിയോസ് കാണുന്ന വ്യക്തികൾ ചിലപ്പോൾ അതായത് നമ്മുടെ ഇപ്പം എഡ്യൂക്കേഷൻ, നമ്മുടെ ഹയർ സെക്കൻഡറിയോ SSLC ആയിട്ടോ യാതൊരു ബന്ധമില്ലാത്തവരായിരിക്കാം. അങ്ങനെയുള്ളവരാണ് എങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് വ്യക്തികൾ കാണുമായിരിക്കുമല്ലോ, അവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തേക്കുക. ആദ്യം ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, SSLC റിസൾട്ട് വന്നു. ആ റിസൾട്ടിൽ നല്ല മാർക്ക് കിട്ടിയ കുട്ടികൾ ഉണ്ടായിരിക്കാം. എല്ലാവർക്കും ഒരു കൺഗ്രാജുലേഷൻ ഞാൻ പറയുകയാണ്. അതിൽ കുറച്ച് താന്നു പോയ വിദ്യാർത്ഥികൾ ഉണ്ടായിരിക്കാം. അതിനകത്ത് നിങ്ങൾ ആരും വിഷമിക്കുകയൊന്നും ചെയ്യേണ്ട. നമുക്ക് അടുത്ത ഹയർ സെക്കൻഡറി എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം കൂടെ ഉണ്ട്. നമുക്ക് അതിൽ എന്ത് ചെയ്യാം, ഉയർന്നു വരാം. അതിൽ ഉയർന്നു കിട്ടിയ നല്ലൊരു മാർക്ക്, അതായത് 10ാം ക്ലാസ്സിൽ 10A+-നെക്കാട്ടും നല്ലൊരു വിലയുള്ള ഒരു റിസൾട്ടാണ് ഹയർ സെക്കൻഡറിയിൽ 6A+ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാം, നോക്കിയ എല്ലാ വ്യക്തിയിൽ നിന്നും മനസ്സിലാക്കുന്നതാണ്. അപ്പം നമ്മളുടെ ഒരു കഷ്ടപ്പാട് SSLC പഠിച്ചു വന്ന വിദ്യാർത്ഥികളുടെ 1ാം ക്ലാസ് അല്ലെങ്കിൽ LKG തൊട്ട് പഠിച്ച കുട്ടികളുണ്ടായിരിക്കും, അല്ലെങ്കിൽ അര ക്ലാസ് അല്ലെങ്കിൽ 1ാം ക്ലാസ് തൊട്ട് പഠിച്ച വിദ്യാർത്ഥികളുണ്ടായിരിക്കും. അങ്ങനെ പഠിച്ച് 10ാം ക്ലാസ്സിലെത്തി. ആ 10ാം ക്ലാസ് കഴിഞ്ഞ് എന്ത് കിട്ടി, ഒരു ആദ്യത്തെ സർട്ടിഫിക്കറ്റ് നമുക്ക് എന്ത് കിട്ടിയേക്കുവാണ് വെച്ചാൽ ആ കയ്യിലെത്തിയിട്ടില്ല. നമ്മുടെ റിസൾട്ട് വന്നു, അതിന് ഉടനെ നമുക്ക് കയ്യിലേക്ക് എത്തിപ്പെടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അടുത്ത് നോക്കുന്ന ഹയർ സെക്കൻഡറിയിലേക്കാണ്. ഹയർ സെക്കൻഡറി സയൻസ് എടുക്കുന്നവർ കാണാം, കൊമേഴ്സ് എടുക്കുന്നവരുണ്ടായിരിക്കാം, ഹ്യൂമാനിറ്റീസ് എടുക്കുന്നവരുണ്ടായിരിക്കാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം ഉണ്ടായിരിക്കാം, നമ്മുടെ പിന്നക്കിൾ അക്കാദമി സയൻസിന് വേണ്ടി ക്ലാസ്സുകൾ മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യം വന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ SSLC പഠിക്കാത്ത കുട്ടികളാണ് എങ്കിൽ അവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. +1ൻ്റെ ക്ലാസ്സിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറയാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഈ ഒരു ലൈവ് സെക്ഷനായിട്ട് വന്നിരിക്കുന്നത്. ഈ കാണുന്ന വ്യക്തികൾ ഇപ്പോൾ ഒരു ക്ലാസ് അല്ലേ പറയുന്നത്, ഒരു ഓൺലൈൻ ക്ലാസ്സാണ്, ഫീ പേയ്മെൻറ്റ് വെച്ചുള്ള ക്ലാസ്സുകളാണ് പറയുന്നത്. നമുക്കൊന്ന് കളഞ്ഞേക്കാം, സ്കിപ്പ് ചെയ്തേക്കാം, അല്ലെങ്കിൽ അങ്ങ് ക്ലോസ് ചെയ്തേക്കാം എന്ന് കരുതി പോകണ്ട. നമ്മൾ ഞാൻ എടുക്കുന്ന സമയം കുറഞ്ഞൊരു 10 മിനിറ്റ് താഴെ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 10 മിനിറ്റ് കൂടുതലാകും, എനിക്കറിയത്തില്ല, അത് പറയുന്ന അനുസരിച്ചിരിക്കും. ആ ഒരു 10 മിനിറ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതിൽ നിന്നും ചിലപ്പോൾ കിട്ടുന്ന ഒരു അറിവ് അല്ലെങ്കിൽ ഒരു ക്ലാസ് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഉയരത്തിലേക്ക് എത്തിക്കാൻ സഹായകമാകും. അത് ആരുടെയാണ് എങ്കിലും. ഓക്കെ, അപ്പോൾ എന്തായാലും കാണുന്നവർ ഒന്ന് കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു നമ്പർ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ താഴത്തെ സ്ക്രീനിൽ കൂടെ പോകുന്നുണ്ടായിരിക്കാം. ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ വിളിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ച് വേണമെങ്കിൽ ചോദിക്കാം. നിങ്ങൾ കറക്റ്റ് കാര്യം ഡീറ്റെയിൽസ് അറിഞ്ഞതിന് ശേഷം മാത്രം നമ്മുടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്താൽ മതി. അല്ല, നമ്മൾ ആരും പ്രഷർ ചെലുത്തി അറ്റൻഡ് ചെയ്യിപ്പിക്കുന്നില്ല. നിങ്ങൾ ക്ലാസ് കാണുക, കണ്ടതിന് ശേഷം ഡീറ്റെയിൽസ് ചോദിച്ച് ഒരു ക്ലാസ്സിന് ഡെമോ എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ അയച്ചു തരാം. അത് കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ SSLC കഴിഞ്ഞ് നിൽക്കുന്ന വിദ്യാർത്ഥികൾ ഇനി +1 എന്ന് പറഞ്ഞ കടമ്പിലേക്ക് കയറാണ്ട് നിൽക്കുകയാണ്. സയൻസ് എടുക്കുന്നവരായിരിക്കാം, ആ സയൻസ് എടുക്കുന്ന അല്ലെങ്കിൽ കൊമേഴ്സ് എടുക്കുന്നവരുണ്ടായിരിക്കാം. കൊമേഴ്സ് എടുക്കുന്നവർക്ക് മാത്തമാറ്റിക്സ് സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ അവർക്കും നമ്മുടെ കോഴ്സിൽ ചേരാവുന്നതാണ്, മാത്സിന് വേണ്ടി മാത്രമായിട്ടും. ഓക്കെ, എന്തായാലും നമുക്ക് വരാം. എന്താണ് നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ, നമ്മളിവിടെ തിരിക്കാൻ പോകുന്നത് 3 സെക്ഷൻസ് ആയിട്ടാണ്. നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നത് 3 സെക്ഷൻ ആയിട്ടാണ് ക്ലാസ്സുകൾ കൊടുക്കുന്നത്. അതിലേത് സെക്ഷൻ വേണമെന്ന് ചൂസ് ചെയ്യേണ്ടത് ഞങ്ങളല്ല, നിങ്ങളാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചൂസ് ചെയ്യാം. 3 സെക്ഷൻസിനകത്ത് ഏത് സെക്ഷനാണോ വേണ്ടത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഒന്നാമത്തെ സെക്ഷൻ, ഫസ്റ്റ് സെക്ഷൻ പറയുന്നത് നമ്മുടെ ക്ലാസ്സുകൾ ഓട്ടോമാറ്റിക്കലി എല്ലാം റെക്കോർഡായിട്ട് കയ്യിൽ വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഈ റെക്കോർഡായിട്ടുള്ള വീഡിയോസ് നമ്മുടെ ആപ്ലിക്കേഷൻ വഴി നിങ്ങളിലേക്ക് എന്ത് ചെയ്യും, അയച്ചു തരും. അല്ലെങ്കിൽ ഡയറക്റ്റ് അല്ലാത്ത പെർഫെക്റ്റ് ലിങ്ക് ആയിട്ടോ നിങ്ങളിലേക്ക് നമ്മൾ അയച്ചു തരും. ഓട്ടോമാറ്റിക്കലി എന്ന് പറയുന്നത് എന്തായിരിക്കും ഉദ്ദേശിച്ചത്, റെക്കോർഡ് ക്ലാസ്സുകൾ മാത്രമായിരിക്കും, അവിടെ ലൈവ് സെക്ഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കത്തില്ല. ഓക്കെ, ആ റെക്കോർഡ് ക്ലാസ്സിനകത്ത് നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്ക് വേണ്ട സംശയങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. ആ ഗ്രൂപ്പിനകത്ത് നിങ്ങൾക്ക് ചോദിക്കാം, ഡൗട്ട്സ് ഒന്ന് ചോദിക്കാം, അത് നമുക്ക് ക്ലാരിഫൈ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഒന്നാമത്തെ സെക്ഷൻ്റെ കാര്യം കഴിഞ്ഞ് ഫസ്റ്റ് സെക്ഷൻ എന്താണ്, റെക്കോർഡ് ക്ലാസ്സുകൾ. റെക്കോർഡ് ക്ലാസ് എന്ന് വെച്ചാൽ ഏതൊക്കെ സബ്ജക്റ്റുകളാണ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്. ഓർത്ത് വെച്ചോണേ, സബ്ജക്റ്റുകൾ ഏതൊക്കെയായിരുന്നു, ഫിസിക്സ് ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, കെമിസ്ട്രി ഉണ്ട്, ദെൻ മാത്തമാറ്റിക്സ്. മാത്സ് മാത്രമേ എഴുതുന്നുള്ളൂ, മാത്സ്. ഓക്കെ, ദെൻ നമുക്ക് പറ്റുമെങ്കിൽ ബയോളജിയും ഇംഗ്ലീഷ് പോലുള്ള ലാംഗ്വേജുകളും, ബയോളജി സബ്ജക്റ്റും ഇംഗ്ലീഷ് മലയാളം പോലുള്ള, മലയാളം വല്ലാതെ യൂസ് ചെയ്യാറില്ലെങ്കിൽ ഇംഗ്ലീഷ് ഉള്ള ലാംഗ്വേജുകൾ നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മളത് പറയുന്നില്ല. ഇപ്പോൾ നമ്മൾ പറയുന്ന മെയിൻ 3 സബ്ജക്റ്റുകൾ ഇത് മാത്രമേ ഉള്ളൂ. ഏതൊക്കെയാണ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്. പെർ സബ്ജക്റ്റിന് 1500 രൂപയാണ് പേയ്മെൻറ്റ്. പെർ സബ്ജക്റ്റ് എത്ര പേയ്മെൻറ്റ് വരുന്നത്, 1500 രൂപ. അപ്പോൾ ഇതിന് 1500 3000 ആയി, ഇതിന് 1500 ആകുമ്പോൾ എത്ര ആയി, 4500. അപ്പോൾ നമ്മളൊരു കോഴ്സ് ചൂസ് ചെയ്യുകയാണ് എങ്കിൽ 4500 രൂപ കൊണ്ട് +1 ഫുള്ള് നമുക്കങ്ങ് പഠിക്കാം.
1500 എന്ന് വെച്ചാൽ മന്ത്ലി പേയ്മെന്റ് അല്ല, ഒരു 1 ഇയർ പാക്കേജ് ആണ് പറഞ്ഞത്. ഫസ്റ്റ് സെക്ഷന്റെ കാര്യം 1 ഇയർ പാക്കേജ് ആണ് പറഞ്ഞത്. എന്ത് 1500 രൂപ 1500 രൂപ 1500 പെർ സബ്ജക്റ്റിന് 1500, അങ്ങനെ 4500 രൂപയായിരിക്കും ഫുള്ളി കോഴ്സ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, ക്ലാസ് കണ്ട് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് അറിയാമായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ നിരീക്ഷിച്ച് നോക്കിയാൽ മതി. ഓരോ ക്ലാസ്സുകളും എടുത്ത് കണ്ടു നോക്കുക. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണോ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ നിന്നും നിങ്ങൾക്ക് എങ്ങനെ ഡീറ്റെയിൽസ് ഉള്ള കാര്യം അറിയണമെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ ഞാൻ പറഞ്ഞു താഴെ കൂടെ നമ്മുടെ സ്ക്രീനിൻ്റെ താഴെ കൂടെ വരുന്നുണ്ട്. ആ നമ്പർ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാലും മതി. ഇനി ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തികളോ കുട്ടികളോ ആണ് എങ്കിൽ നമ്മൾ താഴെ ഒരു ഗൂഗിൾ ഫോം തന്നേക്കാം. ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് നിങ്ങളിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ കോൾ ചെയ്യുകയും ചെയ്യാം. നിങ്ങൾ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ആ ജോയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് കോൺടാക്ട് ചെയ്യാം. ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യണം, ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തേക്കുക. ഓക്കെ, അപ്പം നമ്മൾ വരെ ഫസ്റ്റ് സെക്ഷൻ്റെ കാര്യം നമ്മൾ കംപ്ലീറ്റഡ് ആയി. പെർ സബ്ജക്റ്റിൻ്റെ പേയ്മെൻറ്റ് പറഞ്ഞു. ക്ലാസ് എങ്ങനെയാണ് തരുന്നത്? റെക്കോർഡ് ക്ലാസ്സുകളാണ്. റെക്കോർഡ് ക്ലാസ്സുകൾ എന്ന് വെച്ചാൽ റെക്കോർഡ് തന്ന് നിങ്ങളങ്ങ് പറഞ്ഞു വിടുകയല്ല അവിടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ആ റെക്കോർഡ് ക്ലാസ്സിലുള്ള ഈച്ച് ആൻഡ് എവറി പോയിന്റ് ഡൗട്ട്സോ കാര്യങ്ങളോ ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാം. ഓക്കെ, എല്ലാ ദിവസവും ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കത്തില്ല എന്നാണ് ഉദ്ദേശിച്ചത്. ലൈവ് ക്ലാസ് കാണും എന്ന് വെച്ചാൽ ഇത്ര ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആവുന്ന സമയങ്ങളിൽ ഒരു ലൈവ് ക്ലാസ് വരും. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡൗട്ട് മറ്റേ ക്ലാരിഫൈ ചെയ്യാൻ ലൈവ് ക്ലാസ് വരും. എല്ലാ ദിവസവും ലൈവ് ക്ലാസ് കണ്ടക്ട് ചെയ്യത്തില്ല. ഏത് പാക്കേജുകാർക്ക്? ഫസ്റ്റ് പാക്കേജുകാർക്ക്. ഈ സെക്കൻഡ് പാക്കേജ് എന്ന് വെച്ചാൽ ഫുൾ ലൈവ് സെക്ഷൻ. എല്ലാ ദിവസവും ലൈവ് ഉണ്ടായിരിക്കും. ആ മന്ത്ലി പേയ്മെന്റ് ആയിരിക്കും. സബ്ജക്റ്റുകൾ ഈ പറഞ്ഞത് തന്നെ. ആ പേയ്മെന്റ് നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുന്നവർക്ക് പറയാം. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞു, സെക്കൻഡ് സെക്ഷനും കംപ്ലീറ്റ് ചെയ്യും. സെക്കൻഡ് സെക്ഷൻ എന്താണ്? ഫുള്ളി ലൈവ് ക്ലാസ്. നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന ഈച്ച് ആൻഡ് എവറി പോയിന്റ് എല്ലാം ലൈവിലേ പറയത്തുള്ളൂ. ലൈവിൽ പറയുന്നത് വെറുതെ അല്ല. നമ്മൾ സൂം ആപ്ലിക്കേഷൻ വരെ ലൈവ് ചെയ്യുന്നത്, ആ ലൈവിൽ പറയുന്ന വീഡിയോ റെക്കോർഡ് ചെയ്യും. ആ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരും. ഓക്കെ, അതൊരു മന്ത്ലി പേയ്മെന്റ് ആയിരിക്കും. അത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഓക്കെ, മന്ത്ലി പേയ്മെന്റ് ഇന്ന സബ്ജക്റ്റും ചൂസ് ചെയ്യാം കേട്ടോ. ഇനി മൂന്നാമത്തെ സെക്ഷനുണ്ട്. മൂന്നാം സെക്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഫുള്ളി ലൈവ് ക്ലാസ്സിനോടൊപ്പം മൂന്നാം സെക്ഷൻ വെച്ചാൽ എൻ്റെ ഡിഫറൻറ്റ് രണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ. ഒന്ന് ലൈവ്, മൂന്നാമത്തെ സെക്ഷൻ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ എൻട്രൻസ് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി. എൻട്രൻസ് എന്ന് പറഞ്ഞാൽ എന്തുണ്ട്? നീറ്റ് എക്സാമിനേഷൻ എഴുതുന്നുണ്ടായിരിക്കാം, കീം എഴുതുന്നുണ്ടായിരിക്കാം, JEE എഴുതുന്നുണ്ടായിരിക്കാം, അങ്ങനെ ഒരുപാട് എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്. അവർക്ക് വേണ്ടിയാണ് നമ്മൾ അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ട് രീതിയിലുണ്ട്. ഒന്ന്, ഫുള്ളി ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർക്കും ആ പാക്കേജ് ചൂസ് ചെയ്യാം. അല്ല, നമ്മൾ റെക്കോർഡ് വീഡിയോ എടുക്കുന്നവർക്കും ആ പാക്കേജ് ചൂസ് ചെയ്യാം. അതിന് പ്രത്യേക പേയ്മെൻറ്റ് ഉണ്ടായിരിക്കും. അതിന് മാത്രം പ്രത്യേക പേയ്മെൻറ്റ് ഉണ്ടായിരിക്കും. നിങ്ങൾ എടുക്കുന്ന ഓരോ ക്ലാസ്സിനനുസരിച്ച് പേയ്മെൻറ്റിൻ്റെ റേറ്റിന് അത് വ്യത്യാസം ഉണ്ടായിരിക്കും. അത് നമ്മൾ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം. എന്താണ് ഈ എൻട്രൻസ് പാക്കേജ് നിന്നുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ, നമ്മളിവിടെ ഓൾറെഡി പറയുന്ന ക്ലാസ്സുകളെല്ലാം എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് തരുന്നത്. അതായത് നമുക്ക് വേണ്ട കൺസെപ്റ്റിൽ അത് പറയുന്നുണ്ട്. പക്ഷേ കൺസെപ്റ്റ് കൊണ്ടൊന്നും നമുക്ക് എൻട്രൻസ് ക്രാക്ക് ചെയ്യണമെന്നില്ല. നമുക്ക് എന്ത് വേണം? മാക്സിമം പ്രോബ്ലം ചെയ്ത് പഠിക്കണം. അപ്പോൾ അത്രയും മാക്സിമം പ്രോബ്ലം ചെയ്ത് പഠിക്കാനുള്ള പ്രോബ്ലം ചെയ്യുന്നതും അതുമായി ബന്ധപ്പെട്ട ലൈവ് ക്ലാസ്സുകളുമായിരിക്കും നമ്മൾ ഏത് സെക്ഷൻ അത് കണ്ടക്ട് ചെയ്യുന്നത്? തേർഡ് സെക്ഷൻ അത് കണ്ടക്ട് ചെയ്യുന്നത്. ഒരു പ്രത്യേക ഒരു പേയ്മെൻറ്റ് ഉണ്ടായിരിക്കും, ഒരു പാക്കേജ് ആയിട്ടായിരിക്കും നമ്മളത് കൊടുക്കുന്നത്. അങ്ങനെ 3 സെക്ഷൻസ് ആയിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒന്നുകൂടെ പറയാം, ഫസ്റ്റ് സെക്ഷൻ ഓൺലി റെക്കോർഡ് ക്ലാസ്സുകൾ ലൈവ് ഒരു 1 വീക്കോ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു 1 വീക്കോ ഒരു 1.5 വീക്കോ അതിനിടക്കായിരിക്കും നമ്മൾ ലൈവ് ക്ലാസ് വരുന്നത്. ഫുൾ ഡേയും റെക്കോർഡ് ക്ലാസ് ഉണ്ടായിരിക്കും. അതിൻ്റെ പേയ്മെൻറ്റ് ഒരു വർഷത്തേക്കുള്ള പേയ്മെൻ്റ് ആണ് 1500 1500 രൂപ. അങ്ങനെ ഓരോ സബ്ജക്റ്റ് പെർ സബ്ജക്റ്റിന് 1500 രൂപ വെച്ച്. ഓക്കെ ആണല്ലോ? അത് പറഞ്ഞു. നമുക്ക് വെറുതെ റെക്കോർഡ് ക്ലാസ് നിങ്ങൾ തന്നു വിടുകയല്ല. നിങ്ങൾക്ക് ഡൗട്ട്സ് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യാം. നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, ക്ലാസ് അറ്റൻഡ് ചെയ്ത് നോക്കുക. ശേഷം നിങ്ങൾ ബാക്കി കണ്ടിന്യൂ ചെയ്യുന്ന കാര്യം പറഞ്ഞാൽ മതി. ഓക്കെ ആണല്ലോ? താഴെ ഉള്ള നമ്മുടെ ഗ്രൂപ്പ്, അതായത് നമ്മുടെ ഗൂഗിൾ ഫോമിൻ്റെ കാര്യം മറന്നു പോലും ആ ഫോം ഒന്ന് ഫില്ല് ചെയ്തേക്കുക. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഉള്ളതായിരിക്കത്തുള്ളൂ. ആ ഡീറ്റെയിൽസ് ഒന്ന് ഫില്ല് ചെയ്യുവാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഓക്കെ, നമുക്ക് അതിലേക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് മെസ്സേജ് വരും നിങ്ങൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഈ നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചാലും ഡീറ്റെയിൽസ് പറഞ്ഞുതരാം കേട്ടോ. രണ്ടാമത്തെ സെക്ഷൻ പറഞ്ഞത് എന്താണ്? എല്ലാം ലൈവ് ക്ലാസ്. ലൈവ് ക്ലാസ് എല്ലാ ദിവസവും ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും. എല്ലാ ദിവസവും ലൈവ് ക്ലാസ് സൂം വഴി ലൈവ് ക്ലാസ്സിലൂടെ നമ്മൾ ആ വീഡിയോ റെക്കോർഡ് ചെയ്ത് എങ്ങോട്ട് അയച്ചു തരും? നിങ്ങളുടെ പേഴ്സണൽ പ്രൈവറ്റ് ആയിട്ട് ഗ്രൂപ്പിൽ ഇട്ട് തരുന്നതായിരിക്കും. വീഡിയോസ് അത് നിങ്ങൾക്ക് കാണാവുന്നതുമാണ്. എപ്പോൾ വേണമെങ്കിലും കാണാം. എൻ്റെ എക്സാമിന് ടൈം വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. തേർഡ് സെക്ഷൻ, ഫസ്റ്റ് സെക്ഷൻ ചൂസ് ചെയ്യുന്നവർക്കും സെക്കൻഡ് ചൂസ് ചെയ്യുന്നവർക്കും തേർഡ് എടുക്കാവുന്നതാണ്. അത് എൻട്രൻസ് ഓറിയൻറ്റഡ് ഉള്ള ക്ലാസ്സുകളും അതിൻ്റെ എന്താണ് റെക്കോർഡ് വീഡിയോസുകളും അത് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എൻട്രൻസ് ക്ലാസ് ചൂസ് ചെയ്യുന്നവർക്ക് നമ്മൾ പ്രധാനപ്പെട്ട ഒരു ചെറിയൊരു കാര്യം നമ്മൾ ചെയ്യുന്നുണ്ട്. എൻട്രൻസ് ക്ലാസ് ചൂസ് ചെയ്യുന്നവർക്ക് നമ്മൾ ക്രാഷ് കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എൻട്രൻസ് ക്ലാസ് ചൂസ് ചെയ്യുന്നവർക്ക് നമ്മൾ പേയ്മെൻറ്റ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക? കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം. അതിനകത്ത് ചെറിയ ഒരു റിഡക്ഷൻ അല്ലെങ്കിൽ ഒരു ഫ്രീ
ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോസ് അത് അവൈലബിൾ ആയിട്ട് കിട്ടുന്നതായിരിക്കും. നമ്മളത് പേയ്മെൻറ്റ് ചെയ്യപ്പെടുന്ന എന്തിനായിരിക്കും? ആ നടത്തുന്ന എക്സാം സെക്ഷന് വേണ്ടിയായിരിക്കും നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്ത് തരും? വീഡിയോസ് അല്ല ഓൾറെഡി തരും, എൻട്രൻസിൻ്റെ വീഡിയോസ് ഓൾറെഡി തരും. ഓക്കെ, ആ എൻട്രൻസ് എക്സാമിനേഷൻ്റെ പേയ്മെൻറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് വെച്ചാൽ ആ മോക്ക് ടെസ്റ്റുകളുണ്ട്. ഓക്കെ, ടെസ്റ്റ് ഓഫ് സീരീസ് ആയിരിക്കും അവിടെ നടത്താനായിട്ട് പോകുന്നത്. തേർഡ് സെക്ഷനകത്ത് നിങ്ങൾക്ക് ഉള്ള സംശയങ്ങളും ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി അവിടെയും ഒരു പ്രത്യേക സെക്ഷൻ ഗ്രൂപ്പ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. അപ്പം ഈ വീഡിയോസ് ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നവർക്ക് വളരെ നന്ദി എന്ന് ഞാൻ പറയുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം വന്ന് പറയുമ്പോൾ അങ്ങനെ എല്ലാവരും കാണണമെന്നില്ല, സ്കിപ്പ് ചെയ്ത് പോകാറേ ഉള്ളൂ. കണ്ടവർക്ക് വളരെ നന്ദി ഞാൻ പറയുന്നു. അതുമാത്രമല്ല, മാക്സിമം കൂട്ടുകാരിലേക്ക് നിങ്ങൾ എത്തിക്കുക. കാണുന്ന വ്യക്തികൾ ആരാണെങ്കിലും SLC കഴിഞ്ഞ് നിൽക്കുന്ന വിദ്യാർത്ഥികൾ, +1 കയറാൻ നിൽക്കുന്നവരിലേക്ക് ഒന്ന് സാധനം ഷെയർ ചെയ്ത് കൊടുക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളിലേക്കാണ് ഞങ്ങൾ ഇത് ഏൽപ്പിച്ചു തരുന്നത്. അത് ബലവത്താവുന്ന രീതിയിൽ നിങ്ങൾ കൊണ്ടെത്തിക്കുമെന്നുള്ളൊരു എന്താണ് ഒരു എന്നോന്ന് സന്തോഷത്തോടെ ഞാൻ പറയുകയാണ്. പലവട്ടം നിങ്ങളത് കൊണ്ട് എത്തിക്കും, അതായത് ആവശ്യക്കാരിലേക്ക് കൊണ്ടെത്തിക്കും എന്നുള്ള കാര്യം. അത് കണ്ട് ഇത് വീഡിയോ ഇത്രയേ ഉള്ളൂ, ക്ലാസ്സിനെ കുറിച്ചാണ് പറയുന്നത്, സോ നമുക്ക് വേണ്ട, അങ്ങ് സ്കിപ്പ് ചെയ്തെങ്കിൽ ക്ലിക്ക് ചെയ്തെങ്കിൽ മാറ്റിയേക്കാം, അടുത്ത വീഡിയോയിലേക്ക് പോകാം എന്നുള്ള രീതിയിലേക്ക് പോകാതെ മാക്സിമം ഞാനിത് ഷെയർ ചെയ്യുന്നത് കൊണ്ട് എൻ്റെ അയലത്തെ ആ കുട്ടിക്ക് അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവിന് അതൊരു ഉപകാരപ്രദമാകും എന്നൊരു രൂപത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, അയച്ച് കൊടുക്കുക. നമ്മളിപ്പോൾ പറയുന്ന കേൾക്കുന്നവർക്കെല്ലാം സത്യത്തിൽ ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഒരു രീതിയാണെന്ന് തന്നെ തോന്നും അല്ലേ, ഇങ്ങനെ ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത്. ഇതിൽ അത് ഒരു മാർക്കറ്റിങ്ങിൻ്റെ രീതിയിൽ കൂടെ തന്നെ കേൾക്കുന്നവർക്ക് ആ രീതി മാർക്കറ്റിംഗ് തന്നെയാണ്. അത് മാത്രമല്ല, നമ്മൾ ചെയ്യുന്നൊരു പ്രവർത്തനം, കാരുണ്യ പ്രവർത്തനമെന്ന് പറയാം. ആ ക്ലാസ്സുകളുടെ ലിങ്ക് അവരിലേക്കൊന്ന് എത്തിച്ചു കൊടുക്കുക. പറ്റുന്നവരൊന്ന് വാട്സപ്പ് സ്റ്റാറ്റസൊക്കെ ആക്കി വെക്കാൻ ശ്രമിക്കുക. ദെൻ കോണ്ടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഞങ്ങളിൽ നിന്നും എത്തിച്ചു തരുന്നതായിരിക്കും. +1ഉം +2 ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ കഴിഞ്ഞ് നല്ലൊരു റിസൾട്ട്, നല്ലൊരു ഭാവിയിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ടിറങ്ങാം. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസവും നല്ലൊരു ഭാവി ജീവിതവും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.